എൻ്റെ ഫാമിലി ഒരു ഫിനാൻഷ്യലി വലിയൊരു ഫാമിലി ഒന്നും അല്ല, തികച്ചും യാഥാസ്ഥിതികമായിട്ടുള്ളൊരു കുടുംബമാണ്. അപ്പം ഈ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുക, ജോലി ഒന്നും സെറ്റായില്ല. അപ്പം ഇനി എന്തെന്നുള്ള രീതിയിലൊരു ഫുൾ സ്റ്റോപ്പ് പോലെയൊക്കെയായിരുന്നു ഏകദേശം നിന്നത്. അപ്പം ഇനി എന്ത് ചെയ്യും, ഇനി എന്താ ചെയ്യേണ്ടെന്നൊക്കെയുള്ള നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ മുന്നേ തന്നെ ഈ ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണമെന്ന്. സോ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടുന്നത്. കോളേജ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. ഈ പഠിച്ചത് BSc ഫിസിക്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കോഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മൾ യൂട്യൂബിലും അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു IT ഫീൽഡിലെ ഓരോ ചാൻസസ് ഒക്കെ ഇങ്ങനെ അറിഞ്ഞത്. അപ്പം തോന്നിയ ഒരു കോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ IT ഫീൽഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടാണ് ഒരു കോഴ്സ് ചെയ്യാൻ പോയത് ഫസ്റ്റ്. കുറേ അവിടെ പഠിച്ചതിലുപരി കാര്യങ്ങൾ ഇവിടെ വന്ന് പ്രാക്ടിക്കലി ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ ലൈവ് പ്രൊജക്റ്റിലും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, അവിടെ പഠിച്ചതിനേക്കാളും കൂടുതൽ ടെക്കിൽ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അതൊക്കെ ഒരു വലിയ ബെനിഫിറ്റ് ആയിട്ടാണ്. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ തനിയെ ചെയ്യാൻ പറ്റുന്നു, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അതൊക്കെ വലിയ കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇനി IT ഫീൽഡിൽ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പഠിക്കുന്ന ആൾക്കാരായാലും ഈ ഫീൽഡിലോട്ട് അല്ലെങ്കിൽ ഈ കരിയറിലോട്ട് എൻ്റർ ആവുന്ന ആൾക്കാരോട് എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ ഈ ഫീൽഡിനെ പറ്റി എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പം ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ ആഗ്രഹമുള്ളവരെന്ന് പറയുമ്പം അതിപ്പം ഞാൻ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും അല്ല വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും കടന്നു വരാൻ പറ്റിയൊരു ഫീൽഡ് തന്നെയാണ് IT ഫീൽഡ്. അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക, അതെന്തൊക്കെയാണ് അതിന് വേണ്ടുന്നുള്ള കാര്യം റിസർച്ച് ചെയ്യുക, അത് ഫോളോ ചെയ്യുക. ഓരോ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തപ്പോഴാണ് ശരിക്കും എത്രത്തോളം നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മൾ കുറേ പഠിച്ചു. അല്ലെങ്കിൽ ആ ഒരു കോഴ്സിനകത്ത് പഠിച്ചതൊന്നും അല്ല, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായതൊക്കെ ഇവിടെ ഡ്യൂനോ ക്ലബ്ബിൽ ചേർന്ന ശേഷമാണ്.